ഇന്ന് നിന്റെ ഫുൾ ഡീറ്റെയിൽസ് തപ്പൂടി. അമ്മ, അയ്യോ അമ്മ, ഞാൻ പാവ ഒരു ധർമ്മക്കാരൻ. അമ്മ വല്ലതും തരണേ. പാവാണേ. പിച്ചക്കാരൻ നിന്റെ പട്ടാമ്പില. ഇങ്ങോട്ട് വാടാ. പോയാ അമ്മ വല്ലതും തരണേ. ടൈൽസ് ഇട്ടിരിക്കുന്നതിന് വൃത്തി വയ്ക്കോക്കൂനൊക്കെ ചുരിദാറിട്ട രൂപമേ, നിന്റെ ഫുൾ ഡീറ്റെയിൽസ് വിത്ത് ബയോഡേറ്റ ഇന്ന് ഇവിടെ നിന്ന് തപ്പിയിട്ടേ ഈ മണിയൻ ഇവിടെ നിന്ന് പോകൂ. തരണേ അമ്മ. തനിക്ക് എത്ര രൂപ വേണം? ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല, 4 ഭാര്യ ഒരു കുട്ടി ഉള്ളതാണേ. ഓ അത് ശരി. നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. ഓ അമ്മ വിളിച്ചാ ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ തന്നെ കാണും. അയ്യോ കഷ്ടം അമ്മ. അമ്മ അമ്മ മഹാലക്ഷ്മി മാതിരി തന്നെ വെറിയ ധർമ്മശാലി, വെരി ബ്യൂട്ടിഫുൾ അമ്മ. അത് പോട്ടെ, എങ്ക ഊര്? ഊരെന്ന് വെച്ചാ സ്ഥലം സ്പിനെ കസ്റ്റാസി. എന്നമ്മ ഇന്ത മാതിരിയുള്ള അഴുക്ക പദങ്ങളൊക്കെ ഇങ്ങനെ പറയണത്? എടോ, സ്പിനെ കസ്റ്റാസി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിന്റെ പേരാ. അടടാ പാവി, അങ്ങനെ ഒരു സ്ഥലവാ? പിന്നെ കസ്തനാക്കി അതെവിടെ? എറണാകുളം അറിയാമോ? പച്ചവെള്ളം പോലെ അറിയാം. അല്ലമ്മ തെരിയും, നല്ലവേ തെരിയും. അതിന്റെ തൊട്ടടുത്തായിട്ടാ ഈ സ്പിനെ കസ്റ്റാസി. ആട്ടെ, ഈ സ്ഥലം അറിയാമോ? മനസ്സിലായില്ല. അല്ല, ചോദിച്ചതിന്റെ അർത്ഥം പുരിയില്ലേ? ഡയലോഗില് ഒരു ഡബിൾ മീനിങ് ഇരിക്കற മാതിരി ഒരു തോന്നൽ. ഡബിൾ മീനിങ് അല്ല, സിംഗിൾ മീനിങ്. ദേ അത് നോക്കിയേ. യാചക നിരോധിത മേഖല. എന്നമ്മ അതിന് കുഴപ്പവും. എന്റെ മുത്താരക്കുന്നേ, യാചക നിരോധിത മേഖല. ഇത് കണ്ടില്ലേ? യാചക നിരോധിത മേഖലയിൽ ഒരു പിച്ചക്കാരൻ കണ്ടുന്നേ. പിടിക്കും. കരയാതെ മണിയാ, ഇതുപോലൊരു ദൗത്യമാകുമ്പോ ഒരുപാട് അഗ്നിപരീക്ഷണങ്ങൾ അതിജീവിക്കേണ്ടി വരും. ഇതുപോലെ 1-2 അഗ്നി പരീക്ഷണങ്ങൾ അടുത്തടുത്ത് അതിജീവിച്ചാലേ പിന്നെ മൂന്നാമതൊരെണ്ണം അതിജീവിക്കേണ്ടി വരൂലേ തങ്കപ്പാ. അയ്യോ, അവള് ഭയങ്കരയാണെന്ന്. എന്നെ കുടുക്ക അതീവ തന്ത്രത്തോട് കൂടിയാണ് അവള് കുരുക്ക അല്ല കരുക്കലെടുത്ത് വെച്ച് നീക്കിയത്. സംശയിക്കണ്ട, അതൊരു മാഫിയ തന്നെയാ. കോളനിയിൽ മാഫിയൊക്കെ എടാ പോടായിച്ച്. മാഫിയക്ക് കോളനിയും കൊട്ടാരൊക്കെ ഒരുപോലെ തന്നെ തങ്കപ്പ. അമ്മ അവിടെ പിടിക്കല് വേദന. അയ്യോ, ഈ ആവിയെക്കാലം ഭേദമായിരുന്നേ മറുനേരെ കയ്യിൽ നിന്ന് കിട്ടിയത്. അയ്യോ മണിയാ, എന്തോ എന്ന് വിളി കേൾക്കാനുള്ള ത്രാണി എനിക്കില്ലടാ തങ്കപ്പ. നീ പറ. വെച്ച കാല് പുറകോട്ടെടുക്കരുത്. നീ പോടായിച്ച്. ഇനി കാല് മാത്രമേ ആരോഗ്യത്തോടു കൂടി ഉള്ളൂ. ഇനി അതോടെ അടിച്ചോടിച്ചാലേ നിനക്ക് സമാധാനമാവുള്ളല്ലേ? എന്റെ മണിയാ, ഇങ്ങോട്ട് നോക്ക്. അവൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലേ കാലല്ല, കോളനിയിൽ ആർക്കും തല കാണില്ല. അവള് ചാവേർ ബോംബുകാരിയാണെന്നാ എനിക്ക് സംശയം. ഈശ്വര മഹാപാവികളെ, ഇതൊക്കെ അറിഞ്ഞിട്ടാണ് എന്നെ പറഞ്ഞു വിടുന്നത്. ഞാൻ അവിടെ ചെല്ലും, അവള് സ്വിച്ച് തട്ട്, ഞാൻ ജബർജല്ലി എന്ന് പറഞ്ഞോണ്ട് 4 വാർഡ് ചെതറി തെറിക്കും. മണിയാ നോക്ക്, നീ പട്ടണപ്രവേശം എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഡേയ്, കാക്ക കൊത്തിപ്പറച്ച ചക്കര പരുവത്തിരിക്കണ ഞാൻ ഇനി എന്തോന്ന് സിനിമ കാണാൻ പോണോ? അതല്ല, പിന്നെ അതിൽ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി മോഹൻലാലും ശ്രീനിവാസനും കൈനോട്ടക്കാരായി പോകുന്നുണ്ട്. അത് ശരി, ഞാൻ പോണ്.
കാര്യങ്ങളൊക്കെ എനിക്ക് ഏതാണ്ട് മനസ്സിലായി. ഞാൻ കൈനോട്ടക്കാരനാവണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. മണിയാ, കോളനിയിൽ നിനക്ക് ഹീറോയാകാൻ പറ്റിയ അവസരമാണിത്. അവളുടെ രഹസ്യങ്ങൾ നിനക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അത് നിനക്ക് വലിയൊരു ക്രെഡിറ്റ് ആയിരിക്കും. ഈ കോളനിയിൽ നീ ഒരു മഹാനാകും. അവളുടെ രഹസ്യങ്ങൾ കണ്ടുപിടിച്ച ഞാൻ കോളനിയിൽ മഹാനാവൂ? തീർച്ചയായും. ഏയ് അണ്ണാജി, കയ്യെന്ന് നോക്കണമായിരുന്നു. അയ്യോ തത്ത കുറച്ചു നേരം വ്രതത്തിലാണ്, മൗന വ്രതം. തത്ത മൗന വ്രതത്തിലോ? എന്തടേ തത്തക്ക് വ്രതം നോറ്റൂടെ? എടേ അതിന് റെസ്റ്റ് ഒക്കെ വേണ്ടേ? അതുമല്ല, തത്ത ഇന്ന് ഹർത്താലാണ്, പണിമുടക്ക്. നോക്ക് കേട്ടാ, കണ്ട വിളിക്കണേണ്ട തത്ത. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, പണിമുടക്കും പണിമുടക്കും. എന്താ ഈ തത്തകള് പണി മുടക്കുമോ? ഇതിന്റെ ഉത്തരം ഉളമ്പാറ കിട്ടും. അതെവിടെ? അത് അങ്ങോട്ട് നിന്ന് അന്വേഷിച്ചാ മതി. വേഷമൊക്കെ ഓക്കെ അല്ലേ? കൊള്ളാം. ഇന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്നതാ ഇങ്ങനെ വിളിച്ചോ. തൽക്കാലം ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിൽക്കി. ഞാൻ ചെന്നിട്ട് തന്ത്രപൂർവപരമായി അവൾ ഏതു വഴിയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ ഓക്കെ, പോയിട്ട് വാ, പെട്ടെന്ന് പറഞ്ഞേ. ഞാൻ അവിടെ നിൽക്കണ കാര്യം മറക്കല്ലേ. മണിയാ, മണിയാ, അവള് വരുന്നുണ്ട്, അവള് വരുന്നുണ്ട്. തൽക്കാലം ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. പാളിച്ചളൊന്നും പറ്റരുത്, സംഗതി വിജയമായിരിക്കണം. നീ ഓടല്ലേ, നീ ഇവിടെ നിൽക്കി, ഞാനാണ് അങ്ങോട്ട് പോകേണ്ടത്. നീയാണ് അങ്ങോട്ട് പോകേണ്ടത്. കാണാൻ പറയാത്ത എവിടെയെങ്കിലും കാണണേ. ദൈവമേ, വേണ്ട തത്തേ, അവളെ കാണുമ്പോ ഒരുമാതിരി വർത്താനം പറഞ്ഞോളല്ലേ, അവൾ ആള് മോശമാ. ദൈവമേ, ഇതിപ്പോ എവിടെ ചെന്ന് അവസാനിക്കുമോ? வணக்கம் அம்மா, வணக்கம். முகம் பார்த்தாலே மகாலட்சுமி மாதிரி இருக்கு. அம்மா, உனக்கு ஒரு வல்லிய பாக்கியம் வர போறேன். എന്താ? நான் பயங்கரമായ ஒரு கைநோட்டக்காரன். நீங்க கொஞ்ச நேரம் நின்னா அன்புடைய காரியங்கள் குமு குமான்னு சொல்லி தரேன். மகாலட்சுமி தானே இருக்கு. மகாலட்சுமி பயங்கர படுத்தக்காரி, பெரிய தர்மசாலி, சரிதானே? ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നാനും വന്ന പെരിയ കൈനോട്ടക്കാരിടാ. മുതല ഓൻ കൈ നീട്ട്. എന്താ? നിന്റെ കൈ നീട്ടാൻ. എന്താ ഇക്കിളി ആണോ? ഞാൻ சொல்லட்டுமா? നീ சொல்லுக்கா. നീ ഒരു പെരിയ ഗലാട്ടക്കാരൻ, ഫ്രോഡ്. എന്താ? നീ ഒരു ഫ്രോഡ് ആണെന്ന്. പല വേഷത്തിലും സ്ത്രീകളുടെ പിന്നാലെ നടക്കുന്നവൻ. எப்படி தெரிஞ்சு? മൂഞ്ചിയെ பார்த்தாலே தெரியோടാ. പാവ രണ്ട് പക്ഷികളെ കൂട്ടിലിട്ട് അതിനിട്ട് പീഡിപ്പിക്കുകയല്ലേ? നാട്ടുകാരെ ഓടി വരണേ. അയ്യോ, പക്ഷി പിടുത്തക്കാരനാണ്. ഈ പക്ഷികളെ പീഡിപ്പിക്കുന്ന കണ്ടോ? തത്ത എന്ന് പറയുന്ന ഈ മനോഹരമായ പക്ഷിയെ കൂട്ടിലിട്ട് മൃഗീയമായി പീഡിപ്പിക്കുന്നു. IPC 308 വകുപ്പ് അനുസരിച്ച് ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാം. പോലീസിനെ വിളിക്കേട്ടോ. കോളനിയിലെ ഓരോ ചലനങ്ങളും അറിഞ്ഞോണ്ടിരിക്കുന്ന ആള് തന്നെ അവള്. ദാണ്ട, ഇനി എന്നെ കൊണ്ട് അവളുടെ പുറകെ നടക്കാനൊന്നും പറ്റൂല. ആടി കൊണ്ട് പുറം പൊളിയോന്നേ. മണിയാ, നീ നോക്ക്. വേണ്ട, നിർത്ത്. വേണ്ട തങ്കപ്പ, വേണ്ട. സാരോപദേശം ആവേശം കൂട്ടലൊന്നും വേണ്ട. ഇനി എന്റെ മനസ്സിളക്കാവുന്ന കുടിച്ച വെള്ളത്തിൽ പോലും നിങ്ങൾ വിചാരിക്കാൻ വേണ്ട. ഞാൻ ഇനി അവളെ ഫോളോ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. നിർത്തി. എന്നാലും മണിയാ, എന്തിനായിരിക്കും അവൾ ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല.
കോളനിയിൽ ഒരു പുലി ഇറങ്ങി. ഇതെന്തോ നർത്തരാത്രിക്ക് വടം വലിയ ഇതാരീ രാത്രി ഇതൊക്കെ ഇവിടെ കൊണ്ട് വിട്ടത്? അയ്യോ പുലി പുലി നാട്ടുകാരെ ഓടി വരണേ പുലി 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 എന്റെ അമ്മ പുലി ഓടി വരണേ നാട്ടുകാരെ ഓടി വരണേ എന്റെ അമ്മ തങ്കപ്പ എന്താ ഞാൻ കണ്ട് എന്ത് കണ്ടെന്ന് പറ. എടീ, കുറച്ച് വെള്ളം എടുക്ക്. വേഗം. എടാ, നിനക്ക് എന്ത് പറ്റി? നീ എന്തെങ്കിലും കണ്ട് പേടിച്ചാ? ഉണ്ടേ ഞാൻ കണ്ടേ. അയ്യോ എടാ, നീ കരയാതെ കാര്യം പറ. നീ കരഞ്ഞാ ഞാനും കരയും. വലുത് എന്നാ ഈ എന്റെ കൺമുന്നിൽ കണ്ടേ വെള്ളം. പുലി ഇറങ്ങി. പുലിയെ കണ്ട് നമ്മുടെ കോളനിയില് പുലി ഇറങ്ങിയെന്ന്. ഗർന്നൊരു അലർച്ച കേട്ട് ഞാൻ നോക്കുമ്പോ പെട്ടെന്നടാ തങ്കപ്പാ ദാ നിക്കണ് മെഴുമഴാന്ന് മെഴുമഴാന്ന് രണ്ട് ഉണ്ട കണ്ണും കപ്പട മീശയൊക്കെ വച്ചോണ്ട് നിക്കണ്. എന്ന് പോടാ അവിടുന്ന്. അത് നമ്മുടെ കോൺസ്റ്റബിൾ രമേശ് സാർ ഡ്യൂട്ടി കഴിഞ്ഞ് പോണതായിരിക്കും. രമേശ് സാറിന് വാലുണ്ടാ? ദേഹത്ത് പുള്ളി ഒത്തിട്ടുണ്ടാ? എടാ തങ്കപ്പാ ഇത് പുലിയാണ്, ഒറിജിനൽ പുലി. ഞാൻ കണ്ടല്ലേ. എടാ, പുലി കടുവയൊക്കെ കാട്ടിലല്ലേ, ഇത് സിറ്റി അല്ലേ? സിറ്റിയിൽ ഇപ്പൊ കാടനല്ല, കോൺക്രീറ്റ് കാട്. എന്തായാലും കോൺക്രീറ്റ് കാട്ടിലോട്ട് പുലി ഇറങ്ങിയിട്ടുണ്ട്. ചെറുതാറ്റ് ശബ്ദം. ഇവിടെ എങ്ങനെ നിക്കല്ലേ, ആരെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് നടക്കാണ് പുലി. പോയാ അതിനു മുമ്പേ കോൺക്രീറ്റ് കാട്ടില് പുലി ഇറങ്ങി പോലും. വെള്ളം അടിച്ച് ഓവറായാലും എലിയെ കണ്ടാലും പുലിയാണെന്ന് തോന്നുന്നു. അതിന് മണിയൻ വെള്ളം അടിക്കില്ലല്ലോ. അതാണ് കുഴപ്പം. ഇന്നലെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ വെള്ളം അടിച്ച് കാണും. ഈ മദ്യം പലർക്കും പല വിധത്തിലാണ് പിടിക്കുന്നത്. ചിലർക്ക് കൺമുമ്പിൽ ഉള്ളത് പോലും ചിലപ്പോ കാണാൻ പറ്റത്തില്ല, ചിലർക്ക് ഇല്ലാത്തത് കണ്ടെന്ന് തോന്നും. പുലി ഇറങ്ങി പോലും. പുലി അലർച്ച കേട്ടതല്ലേ പറഞ്ഞ? പിന്നെ രാത്രി ഞാൻ ആഹാരം കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് മണിയന്റെ വിളി കേട്ടത്. പുലി വരുന്നേന്നും വിളിച്ചോണ്ട് ഒരു ഒറ്റ ഓട്ടമായിരുന്നു. കോളനി പുലി ഇറങ്ങിയേ, പുലി. അയ്യോ, പുലി ഇറങ്ങിയേ, പുലി പുലി. അയ്യോ, പുലി ഇറങ്ങിയേ, പുലി പുലി. എന്തുവാടേ പുലി പുലി എവിടെ? എന്താ കാര്യം? അവിടെ പുലി ഇറങ്ങി. അവിടെ പുലിയുടെ വാല് കണ്ട്. എന്റെ ശബ്ദം കേട്ടു മതിയാടി അപ്പുറത്തേക്ക് ഓടി. നമുക്ക് നോക്കാം. എല്ലാരും മുമ്പ് പോയി നോക്കാം. പാല് കണ്ടെങ്കിൽ പുലിയായിരിക്കും കേട്ടാ. ഓടിപ്പോയെടുപ്പം. പോ. പുലിയെ കാണാൻ നിക്കല്ലേ. നിങ്ങളെല്ലാം കൂടെ സ്ട്രോങ് ആയിട്ട് നിന്നുണ്ട്. ആ സുഭാഷ് നഗറില്ലേ, അവിടെ ഒരു പുലി ഇറങ്ങാൻ സാധ്യതയുണ്ട്. നിങ്ങളെല്ലാരും കൂടെ എന്റെ കൂടെ നിന്നാൽ നമുക്ക് പിടിക്കാന്നുള്ളേ ഉള്ളൂ. അതെ അതെ, നമുക്കെല്ലാം കൂടെ തന്നെ പിടിക്കാം അല്ലേ? അതെ അതെ. അത് പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ ആ വഴിക്ക് പോയിട്ട് ആ ആലിന്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം. പക്ഷേ സൂക്ഷിക്കണം. പിന്നെ നേതാവേ, എന്ത് അപകടം വന്നാലും നിങ്ങൾ ഏറ്റോണം. എന്തുവാ ഈ പറയുന്നത്? ഞാൻ ലേസൻ കമ്മിറ്റി അറിയിക്കും. പുലി അറിയില്ലേ ലൈസൻ കമ്മിറ്റി? നിങ്ങൾ ആ ഭാഗത്ത് പോയി സെർച്ച് ചെയ്യും. നമുക്ക് ഇവിടെയാണോ സെർച്ച് ചെയ്യുന്നത്? അവിടെയാണ്. അത് ബെസ്റ്റ് കോളനിക്കാരാ. ഒരാപത്ത് വന്നപ്പോ എല്ലാം കയറി അകത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഒരു ആപത്ത് വരുമ്പോ എല്ലാരും ഇങ്ങനെ തന്നെ പൊതുജനം പലവിധം നെല്ലി ബാലപ്പേണ പറയില്ലേ. കഷ്ടം തന്നെ എന്തായാലും. ഹലോ ഹലോ. അല്ല, കോളനിയിൽ പുലി ഇറങ്ങിന്ന് കേട്ടു. എന്നിട്ട് എന്താ പോലീസുകാരെയും പത്രക്കാരെയും ഒന്നും അറിയിക്കാത്തെ? പിന്നെ എനിക്ക് അറിയാൻ വേണ്ടിട്ട് ചോദിക്കാം, കൊച്ചിന് എന്താ ഇവിടെ കാര്യം? ബാലപ്പേണ വേണ്ട. ചോദിക്കാം. അതല്ല, ആവശ്യമില്ലാത്തവരായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യം നമുക്കില്ല. നമ്മൾ മഹത്തായ ഒരു കർമ്മത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്, അറിയാലോ. വാ വാ വാ. നിന്നെ എന്തോ വെച്ചാ? അല്ല,
ഒരു വടിയും തടിയൊന്നും ഇല്ലാതെയാണോ പുലിയെ പിടിക്കാൻ പോകുന്നത്? കാട്ടില് പല സൈസ് വടിയും തടിയും കണ്ട് കിടക്കണതാണ് ഈ പുലി. അതിന്റെ ഇടയിലാണ് ചുള്ളിക്കമ്പം കൊണ്ട് നമ്മൾ ചെല്ലാൻ ഈ പോകുന്നത്. പുലിയെ നമ്മൾ അങ്ങനല്ല പിടിക്കേണ്ടത്. പുലിയെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അനുനയിപ്പിച്ചു വേണം ആ, പിടിക്കാൻ. അത് ശരി. എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? പുലിയെ ഭയപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അല്ലേ? അപ്പൊ ശരി, ഓൾ ദ ആ ബെസ്റ്റ്. പുലിക്ക് മനസ്സിലാവേണം തന്നെ പറഞ്ഞേക്കാം. പിന്നെ ഇംഗ്ലീഷ് മീഡിയം കഴിഞ്ഞ പുലി കഷ്ടം. ബാലപ്പെണ്ണ, യഥാർത്ഥത്തിൽ ആ പെങ്കൊച്ച് ആരാണ്? ഡേ ആ, എനിക്കറിയാം. എങ്കി പറ. ഞാൻ പറയട്ടാ. ആ. പിന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് എന്റെ അടുത്ത് ചോദിക്കരുത്. അയ്യോ, അങ്ങനെയൊന്നും ഞാൻ ചോദിക്കൂല. അണ്ണ പറ. ഇവളാരാന്നറിയാവോ? ആ. എനിക്കറിഞ്ഞൂടാ. അയ്യോ, ചില നേരത്തെ ഓഞ്ഞ വർത്താനം കേട്ടോ എന്നെ കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചാ. പുലി, പുലിയാണ്. ദാണ്ട അവിടെയുണ്ട് പുലി ഇരിക്കണത്. എന്നെ പിടിച്ച് തള്ളല്ലേ പുലി. അമ്മോ, പുലി നോക്കാരേ. ഇത്രയും പണവും പ്രതാപമുള്ള നമ്മുടെ ഈ കോളനിയില് നിസാരപ്പെട്ട ഒരു പുലിയെ പിടിക്കാൻ പറ്റിയില്ലെന്ന് വന്നാൽ അത് ലജ്ജാകരമായ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നേതാവേ, എന്തുവാ ഐഡിയ. നമ്മുടെ വീടുകളിൽ എലികൾ ഇറങ്ങുമ്പോൾ എലികളെ പിടിക്കാൻ നമ്മൾ എലിപ്പെട്ടി വെക്കൂലേ, അതുപോലെ പുലികൾ ഇറങ്ങുമ്പോൾ നമുക്ക് പുലികളെ പിടിക്കാൻ പുലിപ്പെട്ടി വെക്കാം. എടാ മണ്ട, എലിയെ പിടിക്കുന്നത് പോലെയാണ് പുലിയെ പിടിക്കുന്നത്. ഹാ, കൂട് കുറച്ച് വലുതാക്കിയ പോരെ. നമ്മൾ എലിപ്പെട്ടിക്കുള്ളിൽ ഉണക്കമത്തി വെക്കുന്നത് പോലെ ഒരണക്കാടിനെയോ ഒരണക്ക പശുവിനെ വെക്കണം, പുലി കയറിക്കോളും. ഈ ഐഡിയ കൊള്ളാം കേട്ടോ. ഇത് ഞാൻ ലേസാം കമ്മിറ്റിയിൽ വെക്കും. ആ, വെക്കണം. ദൈവമേ, കോളനിയിൽ ഇറങ്ങിയത് പെൺപുലി ആയിരിക്കണമേ. അതെന്താണ് പെൺപുലി ഇറങ്ങിയ? എടാ, പെൺപുലിയുടെ പാല് കുടിച്ചാ പൊക്കം വയ്ക്കുമെന്ന്. ആണോ? ആ. അപ്പോൾ അമിതാഭ് ബച്ചനൊക്കെ ഇത്രയും പൊക്കമുള്ളത് പെൺപുലികളുടെ പാൽ കുടിച്ചിട്ടാണോ? സംശയമുണ്ടോ? ഷോലയിൽ അഭിനയിക്കാൻ വന്നപ്പോ ഒരു പെൺപുലിയുടെ പാല് കുടിച്ചില്ല അമിതാഭ് ബച്ചൻ ഇത്രയും പൊക്കം വെച്ചത്. ആണോ? പിന്നെ എന്നാൽ ഈ സീക്രട്ട് നേതാവ് ആരോട് പറയണ്ട. കിട്ടുന്ന പാൽ നമുക്ക് 50-50 കുടിക്കാം. പറയും. ലേസാം കമ്മിറ്റിയിൽ ഞാൻ പറയും. പറയാതിരിക്കാൻ ഒക്കത്തില്ല. വാ. പുലി അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നല്ലേ? ഏയ്, ഇടിച്ചിട്ട മതിലാണ്. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങോട്ട് പെട്ടെന്ന്. തലമുട്ടല് വായിക്കോട്ടെ. ഇല്ല, വിടുന്നില്ല. പോ അങ്ങോട്ട്. പതുക്കെ പോ. എന്താ എന്തോ ആയി. പുലിയെ കിട്ടി. കിട്ടി. ആണോ പെണ്ണോ? അതൊന്നും നോക്കാനുള്ള സമയം കിട്ടിയില്ലെന്ന്. എന്തോ പറഞ്ഞു. പുലിയാ? പുലി പറഞ്ഞ എന്റെ മൂത്ത മോൻ എൻട്രൻസ് കിട്ടിയെന്ന്. ആണോ? ആണോ എന്നാ? ഫിലിപ്പ് സാറിന്റെ പറമ്പിൽ നിന്നാണ് അടച്ച കേട്ടത്. അമ്മയാണ്, നിങ്ങളാണ്, അച്ഛനാണ്, കണ്ണ ദൃഷ്ടി സത്യത്തിൽ സത്യം. അതിനുള്ള സമയം ആ, മുന്നോട്ട് നടന്നു. വാ, ഇങ്ങോട്ട്, വരാ, ഇങ്ങോട്ട്. വാ ഇവിടെ. പാലിന്റെ കേസ് പറയുന്ന പറയുമ്പോ ചിലപ്പോ പുലി സാർ പറയാം. പൊയ്ക്കോ, പൊയ്ക്കോ, കേറിക്കോ, വാ, കേറിക്കോ. തലമുട്ടല്ലേ? അല്ല, ഞാൻ പിന്നെ വരണം. നിങ്ങൾ വരട്ടെ. അല്ല, പുലിയെ തല്ലിക്കൊന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ പിന്നെ കണ്ടോളാം. വിളിച്ചാ വരാ, വലിയച്ഛന്റെ മോനെ പുലി. എടാ, നിങ്ങൾക്കൊരു നേതാവിനെ നഷ്ടപ്പെടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. വരാ, അങ്ങേർക്ക് വരാൻ വയ്യെന്ന്. വരാം. ഇങ്ങോട്ട് വരാം. കയറി വാ അങ്ങോട്ട്. തല തട്ടാതെ നോക്കിയോണേ. പിന്നെ അമിതാഭ് ബച്ചനല്ലേ തല തട്ടാൻ. പോവുക അങ്ങോട്ട്. പോ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാന്ന്. നമ്മള് കണ്ടതല്ലേ? ഞങ്ങള് പുലിയെ കണ്ടതാണ്, അറിയാവോ? എവിടെയാണ് ഇല്ല, നോക്കുന്നത്? ഇല്ല. ഒരിടത്ത് തന്നെ പുലി കാണിച്ചു തരാം, സ്ഥിരമായിട്ടിരിക്കും. വെപ്രാളപ്പെടല്ലേ. അതിന്റെ പാട്ടിന് പോകത്തില്ല. ഇവിടെ കണ്ടാണ് ഞങ്ങള്. ആ. ഡേയ്, ഡേയ്, എണീച്ച് വീട്ടിൽ പോ. പുലിക്ക് പല്ലുകുത്തിയായിട്ട് വന്നിരിക്കാതെ പോ. പോയി. ഡേയ്, ചാവോടാ. എനിക്ക് ആ പറമ്പിലൊക്കെ പോടാൻ പുലി ഇറങ്ങിയടാ, പോടാ. പോ, ആവതില്ലേലും വന്നിരിക്കും. പോ. അതെ, നിങ്ങൾ പുലിയെ എവിടെ ഈ ഭാഗത്തായിട്ടാണ് ഞങ്ങള് പുലിയെ കണ്ടത്. ആ ഭാഗം. ആ ഭാഗത്തായിട്ടാണ്. അതിന്റെ ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ ഓടിയത്. ആ, കേറ്, കേറ്, കേറ്. ഓ, പറഞ്ഞ കണക്ക് ഇവിടെ നീളമല്ലേ? വലിഞ്ഞഴിഞ്ഞ് കയറണം. നോക്കാം. ആ, കണ്ടു. ഈ പുലിയുടെ ഭാഗത്താണ് പാദം അവിടെ പതിഞ്ഞിട്ടുണ്ട്. ആനയുടെ ആ, പാദം അത് പോലെ. തന്നെ, അത് തന്നെ. അത് നേതാവേ, സൂക്ഷിക്കണേ. എന്തോ സൂക്ഷിക്കാൻ. ഓടി വാടാ ഇങ്ങോട്ട്. ആ, പുലിയെ കണ്ടാൽ വീണ അത്. പെൺപുലിയാണെന്ന് തുറന്ന് പറയരുത്. അവന്മാര് പാലെടുത്ത് കുടിച്ചു കളയും. പൊക്കം പാലിന്റെ കാര്യം പരസ്യമായിട്ട് പറയല്ലേ. യവന്മാര് കൂടി കുടിച്ച് അങ്ങോട്ട് പൊക്കം വെക്കും. തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അതെ, ആ, അതെ, വരുന്നുണ്ട്. അതെ, പുലി എന്തിനാണ് നാട്ടിൽ വന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തുവാ? ഈ പുലിക്ക് കാട്ടില് ജീവിച്ച് ബോറടിച്ച് കാണും. അയ്യോ, നമ്മൾ എന്തായിരുന്നാലും ഇപ്പൊ അങ്ങോട്ട് പോവേല്ലേ, തീരുമാനിക്കാം. ആ, അല്ല, ഈ നട. ആ, പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. എന്തോന്ന്? ഇന്ന് AKC ഇവിടെ സംസ്ഥാന കമ്മിറ്റി ഉണ്ട്. ഞാൻ ഈ കൂവക്കാട് വഴി അങ്ങ് വരാം. ഞാൻ അറിയാതെയോ? ഓ, പറഞ്ഞല്ലോ, എടാ, പ്രസിഡന്റ് ഇവിടെ മണ്ടന്മാരെ ഉണ്ടായിരുന്നില്ലേ? ഇത്രയും പേടിത്തൊണ്ടന്മാരായി പോയല്ലോ നീയൊക്കെ. ആണുങ്ങളായ ഇത്ര ധൈര്യം വേണം. അതെ. എടാ നോക്ക്, എല്ലാരും എന്റെ മുന്നോട്ട് നടന്നേ. അപ്പൊ നേതാവോ? എടാ, ഞാനൊരു ധൈര്യത്തിന് പിന്നാലെ വരാന്ന്. വാ, 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 വാ.
പക്ഷെ ഈ പുലിയെ ആ. പറവ കൂടെ വന്നാണ് ആക്രമിക്കുന്നത്. ആണ്. എവിടെ കയറണത്? അല്ല മുമ്പേ വരാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ധൈര്യത്തിനേ സത്യം പറയട്ടെ പുലി മുമ്പേ പോകുന്നവരാണ് അല്ലേ? ആക്രമിക്കുന്നത് ഇനി എവിടെ അതിനെ പോകുന്നത്? കൊണ്ട് എങ്ങോട്ട് പോകണം?